എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ സൈക്കോളജി വിഭാഗത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താൽപ്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താൽപ്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി, ആന്തരിക അഭിപ്രേരണ. ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താൽപ്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. കുട്ടികൾ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നും അവരുടെ ചിന്താഗതി എങ്ങനെ വളരുന്നു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? കുട്ടികൾ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും അവരുടെ ചിന്താഗതി എങ്ങനെ വളരുന്നു എന്നും വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജ്ഞാനാത്മക വികാസ സിദ്ധാന്തം. ജ്ഞാനാത്മക വികാസ സിദ്ധാന്തമാണ് കുട്ടികൾ ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും അവരുടെ ചിന്താഗതി എങ്ങനെ വളരുന്നുവെന്നും വിശദീകരിക്കുന്ന സിദ്ധാന്തം. ഉത്തേജനങ്ങളും പ്രതികരണങ്ങളും തമ്മിലുള്ള ബന്ധം പഠിപ്പിക്കുന്ന സിദ്ധാന്തം. ഉത്തേജനങ്ങളും പ്രതികരണങ്ങളും തമ്മിലുള്ള ബന്ധം പഠിപ്പിക്കുന്ന സിദ്ധാന്തം. ആൻസർ ഓപ്ഷൻ ബി, ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ഉത്തേജനങ്ങളും പ്രതികരണങ്ങളും തമ്മിലുള്ള ബന്ധം പഠിപ്പിക്കുന്ന സിദ്ധാന്തം. ഓരോ വ്യക്തിയും സ്വയം വളരാനുള്ള കഴിവുണ്ടെന്ന് അതിന് അനുയോജ്യമായ സാഹചര്യം വേണമെന്ന് പറയുന്ന സിദ്ധാന്തം. ഓരോ വ്യക്തിക്കും സ്വയം വളരാനുള്ള കഴിവുണ്ടെന്നും അതിന് അനുയോജ്യമായ സാഹചര്യം വേണമെന്ന് പറയുന്ന സിദ്ധാന്തം. ആൻസർ ഓപ്ഷൻ സി, ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജി. ഹ്യൂമാനിസ്റ്റിക് സൈക്കോളജിയാണ് ഓരോ വ്യക്തിയും സ്വയം വളരാനുള്ള കഴിവുണ്ടെന്ന് അതിന് അനുയോജ്യമായ സാഹചര്യം വേണമെന്നും പറയുന്ന സിദ്ധാന്തം. സമ്മാനങ്ങളും ശിക്ഷകളും വഴി എങ്ങനെ പെരുമാറ്റം രൂപപ്പെടുത്താമെന്ന് വിശദീകരിച്ചത് ആരാണ്? സമ്മാനങ്ങളും ശിക്ഷകളും വഴി എങ്ങനെ പെരുമാറ്റം രൂപപ്പെടുത്താമെന്ന് വിശദീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സ്കിന്നർ. സ്കിന്നറാണ് സമ്മാനങ്ങളും ശിക്ഷകളും വഴി എങ്ങനെ പെരുമാറ്റം രൂപപ്പെടുത്താമെന്ന് വിശദീകരിച്ചത്. ആവശ്യങ്ങളുടെ ശ്രേണി ആരുടെ സിദ്ധാന്തമാണ്? ആവശ്യങ്ങളുടെ ശ്രേണി ആരുടെ സിദ്ധാന്തമാണ്? ആൻസർ ഓപ്ഷൻ എ, മാസ്ലോ. മാസ്ലോയുടെ സിദ്ധാന്തമാണ് ആവശ്യങ്ങളുടെ ശ്രേണി. സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗ്രീക്ക്. ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം രൂപപ്പെട്ടത്. വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മർഫി. മർഫിയാണ് വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ടത്. അസാധാരണ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? അസാധാരണ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രയുക്ത മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്രമാണ് അസാധാരണ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖ. തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങളും അലസതയും പരിഹരിക്കാൻ ശ്രമിക്കുന്ന മനഃശാസ്ത്ര വിഭാഗം. തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങളും അലസതയും പരിഹരിക്കാൻ ശ്രമിക്കുന്ന മനഃശാസ്ത്ര വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രയുക്ത മനഃശാസ്ത്രം. പ്രയുക്ത മനഃശാസ്ത്രമാണ് തൊഴിൽ രംഗത്തുണ്ടാകുന്ന സംഘർഷങ്ങളും അലസതയും പരിഹരിക്കാൻ ശ്രമിക്കുന്ന മനഃശാസ്ത്ര വിഭാഗം. ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, വില്യം വൂണ്ട്. വില്യം വൂണ്ടാണ് ഘടനാവാദത്തിൻ്റെ ഉപജ്ഞാതാവ്.
മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി BF സ്കിന്നർ. BF സ്കിന്നറിനെയാണ് മനഃശാസ്ത്ര പരീക്ഷണങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ലോകത്തിലെ ആദ്യ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ലിപ്സിഗ് സർവകലാശാല. ലിപ്സിഗ് സർവകലാശാലയാണ് ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല. പ്രബലനം എന്ന ആശയം പഠനതത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ. പ്രബലനം എന്ന ആശയം പഠനതത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സ്കിന്നർ. സ്കിന്നറാണ് പ്രബലനം എന്ന ആശയം പഠനതത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ. പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നിദാന ശോധകം. നിദാന ശോധകമാണ് പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ്. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഏതാണ്? ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സാമൂഹിക നീതി. സാമൂഹിക നീതിയാണ് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റു വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഫ്രോയിഡ്. ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത്. ജ്ഞാനാത്മക വികാസ സിദ്ധാന്തം ആരുടേതാണ്? ജ്ഞാനാത്മക വികാസ സിദ്ധാന്തം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി സീൻ പിയാഷെ. സീൻ പിയാഷെയുടെ സിദ്ധാന്തമാണ് ജ്ഞാനാത്മക വികാസ സിദ്ധാന്തം. ക്ലാസിക്കൽ കണ്ടീഷനിങ് സിദ്ധാന്തം ആരുടേതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് സിദ്ധാന്തം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ എ ഐവാൻ പാവ്ലോവ്. ഐവാൻ പാവ്ലോവിൻ്റേതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് സിദ്ധാന്തം. ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആരുടേതാണ്? ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി കാൾ റോജേഴ്സ്. കാൾ റോജേഴ്സിൻ്റേതാണ് ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി. ജനനം മുതൽ മരണം വരെയുള്ള 8 ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തെ വിശദീകരിക്കുന്ന സിദ്ധാന്തം. ജനനം മുതൽ മരണം വരെയുള്ള 8 ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തെ വിശദീകരിക്കുന്ന സിദ്ധാന്തം. ആൻസർ ഓപ്ഷൻ എ മനോസാമൂഹിക വികാസ സിദ്ധാന്തം. മനോസാമൂഹിക വികാസ സിദ്ധാന്തമാണ് ജനനം മുതൽ മരണം വരെയുള്ള 8 ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ്റെ വ്യക്തിത്വ വികാസത്തെ വിശദീകരിക്കുന്ന സിദ്ധാന്തം. മനോസാമൂഹിക വികാസ സിദ്ധാന്തം ആരുടേതാണ്? മനോസാമൂഹിക വികാസ സിദ്ധാന്തം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ എ എറിക് എറിക്സൺ. എറിക് എറിക്സൻ്റേതാണ് മനോസാമൂഹിക വികാസ സിദ്ധാന്തം. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി പാരിസ്ഥിതികം. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ പാരിസ്ഥിതിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. രോഗങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ ജോലിഭാരം എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? രോഗങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ ജോലിഭാരം എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി ശാരീരിക സമ്മർദ്ദം. ശാരീരിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ് രോഗങ്ങൾ, ഉറക്കമില്ലായ്മ, അമിതമായ ജോലിഭാരം. പരീക്ഷാപ്പേടി, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ജോലിയിലെ വെല്ലുവിളികൾ എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? പരീക്ഷാപ്പേടി, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ജോലിയിലെ വെല്ലുവിളികൾ
എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ഡി മാനസിക സമ്മർദ്ദം. പരീക്ഷാ പേടി, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ജോലിയിലെ വെല്ലുവിളികൾ എന്നിവ മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. അമിതമായ പ്രതീക്ഷകൾ, ആത്മവിശ്വാസമില്ലായ്മ, അനാവശ്യമായ ഉത്കണ്ഠ എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? അമിതമായ പ്രതീക്ഷകൾ, ആത്മവിശ്വാസമില്ലായ്മ, അനാവശ്യമായ ഉത്കണ്ഠ എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി ആന്തരിക സമ്മർദ്ദം. അമിതമായ പ്രതീക്ഷകൾ, ആത്മവിശ്വാസമില്ലായ്മ, അനാവശ്യമായ ഉത്കണ്ഠ എന്നിവ ആന്തരിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ, സാമൂഹികമായ വിവേചനങ്ങൾ എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ, സാമൂഹിക വിവേചനങ്ങൾ എന്നിവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി സാമൂഹിക സമ്മർദ്ദം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടൽ, സാമൂഹികമായ വിവേചനങ്ങൾ എന്നിവ സാമൂഹിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്. ഭാവിയിൽ നടന്നേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചോ ഓർത്ത് മനസ്സിനുണ്ടാവുന്ന അമിതമായ ഭയമോ അസ്വസ്ഥതയോ ആണ് ഡാഷ്. ഭാവിയിൽ നടന്നേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചോ ഓർത്ത് മനസ്സിലുണ്ടാവുന്ന അമിതമായ ഭയമോ അസ്വസ്ഥതയോ ആണ് ഡാഷ് എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ ഉത്കണ്ഠ. ഉത്കണ്ഠയാണ് ഭാവിയിൽ നടന്നേക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചോ ഓർത്ത് മനസ്സിനുണ്ടാവുന്ന അമിതമായ ഭയമോ അസ്വസ്ഥതയോ. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാവുന്നു. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാവുന്നു. ആൻസർ ഓപ്ഷൻ ഡി ഇച്ഛാഭംഗം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാവുന്നു. ഒരു ലക്ഷ്യം നേടുന്നതിനായി നമ്മെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആന്തരികമോ ബാഹ്യമോ ആയ ശക്തിയാണ് ഡാഷ്. ഒരു ലക്ഷ്യം നേടുന്നതിനായി നമ്മെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആന്തരികമോ ബാഹ്യമോ ആയ ശക്തിയാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി അഭിപ്രേരണ. അഭിപ്രേരണയാണ് ഒരു ലക്ഷ്യം നേടുന്നതിനായി നമ്മെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ആന്തരികമോ ബാഹ്യമോ ആയ ശക്തി. ഒരാൾ ഒരു ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ നേരിടുന്നത് മൂലമുണ്ടാവുന്ന വൈകാരിക അവസ്ഥയാണ് ഡാഷ്. ഒരാൾ ഒരു ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ നേരിടുന്നത് മൂലമുണ്ടാവുന്ന വൈകാരിക അവസ്ഥയെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ ഡി ഇച്ഛാഭംഗം. ഇച്ഛാഭംഗമാണ് ഒരു ലക്ഷ്യം കൈവരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സങ്ങൾ നേരിടുന്നത് മൂലമുണ്ടാവുന്ന വൈകാരിക അവസ്ഥ. ഒരു വ്യക്തി തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചുറ്റുമുള്ള പരിസ്ഥിതിയിലെ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന രീതിയിൽ സ്വയം മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഡാഷ്. ഒരു വ്യക്തി തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചുറ്റുമുള്ള പരിസ്ഥിതിയിലെ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന രീതിയിൽ സ്വയം മാറ്റം വരുത്തുന്ന പ്രക്രിയയെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ എ സംയോജനം. ഒരു വ്യക്തി തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ചുറ്റുമുള്ള പരിസ്ഥിതിയിലെ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന രീതിയിൽ സ്വയം മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് സംയോജനം.